ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നത് അതിരടി എന്ന് പറയുന്ന മൂവിയെ കുറിച്ചാണ്. ഇത് ജസ്റ്റ് ഒരു ലോങ് വീഡിയോ ആയിരിക്കും. ബിക്കോസ് ഞാൻ മിക്ക കാര്യങ്ങളും പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ എൻ്റെ സ്വന്തം ഒപ്പീനിയനാണ് ഇത് പറയുന്നത്. നിങ്ങൾ നാളെയാണ് ഈ പടത്തിൻ്റെ റിലീസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഇവൻ ഈ പടം ഇന്ന് കണ്ടു എന്ന്. ആക്ച്വലി ഇന്ന് ബേസിലിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ടു. ബേസിൽ പറയുന്നതായിട്ട്, അതായത് ലൈക്ക് അവർ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പടത്തിൻ്റെ ഔട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടിയിട്ട് ഒരു പ്രീമിയർ ഷോ എന്ന് വെക്കാം എന്ന് കരുതിയിട്ട് തലേന്നൊരു ഷോ വെച്ചതാണ് എന്ന് പറഞ്ഞു. അതായത് എനിക്ക് കുറച്ച് ദിവസം മുമ്പ് ഇതേപോലെ ബേസിലൊരു വീഡിയോ ഇട്ടിരുന്നു, പ്രീമിയർ ഷോ തലേന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് തലേന്ന് വന്ന് പടം കാണാം എന്ന് പറഞ്ഞിട്ട്. അതായത് 6:30 ഒരു ഷോ ഉണ്ടായിരുന്നു എന്ന്. ഞാൻ ചുമ്മാ ബുക്ക് ചെയ്തു. ഇത് ബുക്ക് ചെയ്യാനുള്ള മെയിൻ കാരണം വെച്ചാൽ ബേസിലൊരു ഒരു വാചകം പറഞ്ഞു, ലൈക്ക് ടൊവിനോ ഇതിനകത്ത് പാതി കാശ് മേടിച്ചിട്ടുള്ളൂ, ഞാൻ ബാക്കി പകുതി ഷെയർ ആയിട്ട് കൊടുക്കാം എന്നാണ് പറഞ്ഞത്. ഇപ്പം പടം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്, ഇനിയിപ്പം നല്ല ഷെയർ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നതായിട്ടൊരു ഡയലോഗ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. അപ്പം അത് കേട്ടപ്പം ഓക്കെ, പടം നന്നായിട്ട് വന്നുകൊണ്ടാണല്ലോ ആ ഒരു കോൺഫിഡൻസ് ഡയറക്ടർ കാണിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ടിക്കറ്റ് എന്തായാലും പോയി നോക്കാമെന്ന് വെച്ച് ടിക്കറ്റ് എടുത്ത് പോയി കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. പക്ഷേ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ലൈക്ക് ഫസ്റ്റ് ഹാഫ് നമ്മൾ പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു 45 മിനിറ്റ്സ് പടം ഒട്ടും കൂടെ കണക്റ്റ് ആവുന്നില്ലായിരുന്നു എനിക്ക്. ലൈക്ക് പടം പോകുന്നുണ്ട്, ഇമോഷനൊന്നും വർക്കാവുന്നില്ല. അവർ ഇമോട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് എനിക്കത് കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആണോ എന്തോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, എനിക്ക് മാത്രമുള്ള പ്രശ്നമാണ് അയച്ചത്. പക്ഷേ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവനും ഇത് തന്നെ പ്രശ്നം പറഞ്ഞു. ലൈക്ക് ഒരു 45 മിനിറ്റ്സ് നമുക്ക് അത്രയും കൊണ്ട് കണക്റ്റ് ആവുന്നില്ല. അങ്ങിങ്ങായിട്ട് 1, 2, 3 കോമഡി അല്ലാതെ വലുതായിട്ടൊന്നും അതിനകത്ത് വർക്കായില്ല. പക്ഷെ കുഴപ്പമില്ല, കണ്ടിരിക്കാം, ബോറൊന്നും അടിക്കത്തില്ല, ഇങ്ങനെ കണ്ടിരിക്കാം. പക്ഷേ വൺസ് ടൊവിനോ തോമസ് ഈസ് ഇൻ, പടം വേറെ ലെവലിലോട്ട് മാറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അങ്ങ് അപ്ലിഫ്റ്റ് ചെയ്ത്, പുള്ളിയുടെ ഉണ്ട് ഒബ്വിയസ്ലി ഒരു ഓറയുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ പുള്ളി വന്നതിന് ശേഷം പടം, അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ശരി, സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ശരി, പറയുന്ന ഡയലോഗുകളാണെങ്കിലും ശരി, എല്ലാം വേറെ ഒരു ലെവൽ, ഒരു 2, 3 ലെവലിലേക്ക് മുകളിലോട്ട് പോയി. അപ്പോൾ പടം ഒരു ജസ്റ്റ് ഒരു ആവറേജ് മൂവി എന്നുള്ളതിനോട് അത് മാറിയിട്ട് എബോ ആവറേജ് മൂവിയിലോട്ട് മാറി. അത്യാവശ്യം നല്ലൊരു പടമാണ്, നമുക്ക് ആദ്യ അവസാനം എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു പടമാണ്. പടത്തിൻ്റെ ഒരു ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു സ്ലോ മോഷൻ പരിപാടി പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിരുന്നു, അടിപൊളി പരിപാടിയായിരുന്നു. അതിനുശേഷം എന്താ പറയുന്ന സെക്കൻഡ് ഹാഫ് നോക്കുവാണെങ്കിൽ വിനീത് ശ്രീനിവാസൻ ആൻഡ് ലൈക്ക് നമ്മുടെ ഷാൻ റഹ്മാനും വരുന്നുണ്ട്. അത് കഴിയുമ്പോഴേ പടത്തിൻ്റെ ഒക്കെ ഒരു സ്കെയില് ഇങ്ങനെ കയറി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ചെറിയൊരു കിടിലം പരിപാടിയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. സംഭവം ചെറിയൊരു പരിപാടിയാണ്, പക്ഷെ ആ എടുത്തേക്കുന്ന രീതി അത് എടുത്തു പറയേണ്ടതാണ്. ലൈക്ക് നമുക്ക് ചെറിയൊരു ത്രെഡാണ്, അത് എടുത്തിട്ട് നല്ല കിടിലമായിട്ട് വർക്ക് ചെയ്ത് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ, അവസാനമൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഇമോഷൻ കണക്റ്റ് ആക്കാമായിരുന്നു എന്ന് തോന്നി. ബട്ട് സ്റ്റിൽ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പടം നമ്മൾ കുറച്ചും കൂടെ കണക്റ്റ് ആവും. തുടക്കത്തെ പോലല്ല, ആദ്യത്തെ 40 മിനിറ്റ് പോലല്ല, അല്ലെ ആദ്യത്തെ 30 മിനിറ്റ് പോലല്ല പടം പിന്നീട് വന്നത്. അതിന് പ്രത്യേക കാരണം പറയാനുള്ളത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഒരു രക്ഷയിലായിരുന്നു, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയേണ്ടതാണ് സിനിമാറ്റോഗ്രഫി. മ്യൂസിക് ഓക്കെ ആയിരുന്നു, വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഓക്കെ, കുഴപ്പമില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിട്ടില്ലായിരുന്നു. ഓക്കെ, അതിനനുസരിച്ച് ചമൻ ചോക്കയുടെ എഡിറ്റിങ്, എൻ്റെ മോനെ, ഇടയ്ക്കൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്. ലൈക്ക് ഒരിടത്ത് ഉത്സവം, ഒരിടത്ത് പരിപാടി, ഒരിടത്ത് ഇടി, മറ്റിടത്ത് വേറൊരു ഇടി, അങ്ങനെ ഒരു 4-5 സ്ഥലത്തെ സാധനങ്ങൾ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് അത് ചെയ്തിരിക്കുന്നത്. ചമൻ ചാക്കയുടെ എഡിറ്റിങ് ഒരു രക്ഷയില്ല. അതാണ് 100% പടത്തെ അപ്ലിഫ്റ്റ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ. വൺ ഓഫ് ദ മെയിൻ റീസൺ അതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഡയലോഗൊക്കെ ആണെങ്കിലും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു, ബട്ട് സ്റ്റിൽ നല്ല കിടിലമായിട്ട് വന്നിട്ടുണ്ട്. ആക്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ബേസിൽ ജോസഫിൻ്റെ ഡെഡിക്കേഷൻ പറയേണ്ട കാര്യമാണ്. അതായത് പുള്ളി എന്തും വേണ്ടിയാണ് മെല്ലിയൊക്കെ, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ നോക്കിയാൽ തന്നെ അറിയാം, അതിനേക്കാളും പകുതിയുള്ളൂ ഈ പടത്തിനകത്ത്. ഒരു വേറൊരു ട്രാൻസ്ഫോർമേഷൻ നല്ല കിടിലമായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പുള്ളി ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ടൊവിനോ തോമസ്, എൻ്റെ പോലെ ടൊവിനോ തോമസ് പടത്തിൽ കണ്ടിട്ടേയില്ല. ടൊവിനോ തോമസ് പകരം കുട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ത്രൂ ഔട്ട് ദ മൂവി, അത് ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ശരി, ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ശരി, നല്ല കിടിലമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ്.
പിന്നീട് പറയാനുള്ളത് ഒരു പോലീസുകാരൻ്റെ അഭിനയിച്ചൊരു പുള്ളിയുണ്ട്. നമ്മൾ പല മൂവിയിലും കണ്ടുകൊണ്ട് എനിക്ക് പേര് കൃത്യമായിട്ട് അറിയില്ല. ബട്ട് സ്റ്റിൽ പുള്ളിക്ക് ഇനി അടുത്തത് പറയാനുള്ളത് ഷാൻ റഹ്മാൻ. ഷാൻ റഹ്മാൻ ഒരു ചെറിയ പരിപാടി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നല്ല കിടിലമായിട്ട് വർക്കായിട്ടുണ്ട്. പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻസ് ആണ്. പുള്ളിയുടെ എല്ലാ സാധനത്തിനും കുറേ റിയാക്ഷൻസ് പുള്ളി കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. വിനീത് ശ്രീനിവാസനും അതെ. പക്ഷേ ഷാൻ റഹ്മാൻ ഒരു രക്ഷയില്ലായിരുന്നു പടത്തിൽ. പിന്നെ ചെറിയൊരു കോമഡിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അത് ഡയലോഗിൽ ശ്രീനിവാസന്റെ ഫാമിലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ കോമഡിയൊക്കെ ഉണ്ട്. സെൽഫ് റോളുകളാണ്. നല്ല കിടിലമായിട്ട് അത് വർക്കായിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ മ്യൂസിക് മ്യൂസിക് ഓക്കെ ആയിരുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ലാതെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇത് തിയേറ്ററിൽ പോയി കാണാനുള്ള പടവും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം. ഒരു ഒരു വീക്കെൻഡ് നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് കാണാൻ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓക്കെ. അപ്പം പറഞ്ഞു തരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കൊള്ളാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പടമാണ്. ഒരു നല്ല ഫൺ എൻ്റർടൈനറാണ്. ആദ്യത്തെ ഒരു 40 മിനിറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ക്രിഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ നല്ല കിടിലൊരു പടമാണ്. അതിനുശേഷം അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതി അടിപൊളിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് തന്നെ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാം. അത്യാവശ്യം നല്ലൊരു പടമാണ്. പിന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കാശ് പാഴായി പോകത്തില്ല. എനിക്കതേ പറയാനുള്ളൂ. വീക്കെൻഡ് കാണാൻ പോകുന്ന അടുത്ത ആഴ്ച എന്തായാലും ദൃശ്യം വന്ന് എല്ലാ തിയേറ്ററും പോകും. അപ്പോൾ അതിനു മുമ്പ് എന്തായാലും ഈ അതിരടി പോയി കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ലൊരു പടമാണ്. നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട് പടം. എനിക്കതാണ് പറയാനുള്ളത്. ആ ഒരു ഇൻ്റർവെൽ സീൻ തൊട്ടൊക്കെ അങ്ങോട്ട് ഇടിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്പെഷ്യൽ ഞാൻ ആരാണെന്നും പറയുന്നില്ല, ഒരു ക്യാമിയോയും കൂടെ ഉണ്ട്. അതും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മ്യൂസിക് ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളി. സിനിമാറ്റോഗ്രഫി വെരി ഗുഡ്. പിന്നെ സൗണ്ട് മിക്സിങ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ചമൻ ചാക്കോ എൻ്റെ മാൻ, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു 4-5 സീൻസ് എല്ലാം കലക്കി കൂട്ടി നല്ല കിഡിലുമായിട്ട് എഡിറ്റ് ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വർക്കൗട്ട് ആവണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അല്ലാതെ നമ്മൾ OTT-ൽ കണ്ടിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വലുതായിട്ട് വർക്കൗട്ട് ആവില്ല. ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടമായിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഫാമിലിയായിട്ട് തിയേറ്ററിലോട്ട് വിട്ടു നല്ല പടമാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം. ഞാൻ കറൻറ്റ്ലി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് 26 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഐ എം വെരി താങ്ക്ഫുൾ ടു ദം. ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണാനും ലൈക്ക് പുതിയ മൂവീസിൻ്റെ എൻ്റെ ഒപ്പീനിയൻസ് അറിയാനായിട്ടും പിന്നെ അതുപോലെ അതിൻ്റെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഞാൻ ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല. ഫോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം ഞാൻ പറയുന്നത് എന്തെങ്കിലും കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.